അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ അരിസ് പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പരട്ടയെ എത്ര പേർക്കറിയാം? ഞാൻ ഇവനെ പരട്ട വിളിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മലയാളികളുടെ ഇടയിൽ വളരെ സൗഹൃദത്തിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാഹചര്യങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവൻ്റെ എല്ലാം വീഡിയോസ്. അതായത് തെരഞ്ഞു പിടിച്ച് മതങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കാവുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് മാത്രം ഈ കള്ളപ്പന്നി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടർന്ന് ഇയാളുടെ വീഡിയോസൊക്കെ ഇടയ്ക്ക് വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, മുസ്ലിം പരമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് അലക്കിയിട്ട് മൊത്തത്തിൽ ഇവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുക. മുസ്ലിങ്ങളെ മാത്രം ഇവൻ ബ്ലോക്ക് അടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈന്ദവരായ ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ അങ്ങനെ തന്നെ പറയാം, സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഗ്രൂപ്പുകളിലും പല പേജുകളിലും പല എന്താ പറയുക ആളുകളും മുസ്ലിങ്ങൾ തന്നെയാണ്. അതുപോലെ തിരിച്ചും സഹായിക്കുന്നുണ്ടാവും, ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഹൈന്ദവരായ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നവരെയൊക്കെ പല രീതിയിൽ കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സഹായങ്ങളൊക്കെ കുറയാൻ കാരണം, അതായത് ഹൈന്ദവർക്ക് കിട്ടുന്ന സഹായം കുറയാൻ കാരണം, അല്ലെങ്കിൽ കിട്ടാതെ പോകുന്നതിന് വലിയൊരു പങ്ക് ഈ കള്ളപ്പന്നിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇവൻ്റെ എല്ലാ വീഡിയോസിൻ്റെ വലിയൊരു ഭാഗമാണ് ഇത്. ഞാൻ നുണ പറയുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുകയാണ്. മനസ്സിലായോ? ഒരു ഹൈന്ദവൻ പോകുമ്പോൾ സഹായം കിട്ടാവുന്ന രീതിയിൽ ആകുന്നതിൻ്റെ കാരണങ്ങളൊക്കെ ഇവനൊക്കെയാണ്. ഇവനെയൊക്കെ നിങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് ഗുണം? ഇവനൊക്കെ സമൂഹത്തിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവനൊക്കെ സമൂഹത്തിന് എന്താണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. ഇവനെ പോലുള്ള ആൾക്കാർ ഒരിക്കലും ഒരു ഹൈന്ദവനും സപ്പോർട്ട് ചെയ്യരുത്. ഇയാൾ കുറച്ച് ശ്രീ നരേന്ദ്രമോദിനെ അല്ലെങ്കിൽ അമിത്ഷാനെയൊക്കെ കുറച്ച് പൊക്കി സംസാരിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, അത് തികച്ചും അയാൾക്ക് കാശ് കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ, അത് തികച്ചും അയാളുടെ സെൽഫിഷിന് വേണ്ടിയിട്ട് മാത്രം പറയാണ്. അല്ലാതെ രാജ്യത്തിനോട് സ്നേഹം കൊണ്ട് പറയുന്നൊന്നുമില്ല. രാജ്യത്തിനോട് സ്നേഹം കൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ അടിയുണ്ടാക്കാൻ നിൽക്കൂല. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യത്തിനോട് സ്നേഹമുള്ള ആളാരെങ്കിലും ഈ പറയുന്ന ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ അടിയുണ്ടാക്കുമോ? ഒരിക്കലും ഉണ്ടാക്കില്ല. അങ്ങനത്തെ കണ്ടൻറ്റായിട്ട് വരില്ല. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. നമ്മൾ ശരിയാണ് സംസാരിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനും പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ഹൈന്ദവരെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ സപ്പോർട്ട് തന്നെ ചെയ്യും. മനസ്സിലായോ? നമ്മൾ കുറ്റം പറയുന്ന അവിടെ കുറ്റം തന്നെ പറയും. അതിനൊരു ഇതാണ്. അത് മുസ്ലിങ്ങളെ ആയാലും ശരി, നമ്മൾ എല്ലാ രീതിയിലും പറയും. അല്ലാതെ ഒറ്റ ഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ മരുന്നിട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ പുകയുമ്പോൾ തീ കത്തിക്കാവുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടി, അത് നമ്മൾ ചെയ്ത ഈ കള്ളപ്പന്നിയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവനെല്ലാം മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ ഒരു ഹൈന്ദവനായ പോലും ഇവനെ സപ്പോർട്ട് ചെയ്യരുത്. പാർട്ടി ബേസിലാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യരുത്. നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും ഹൈന്ദവരായ ആൾക്കാരുടെ കിഡ്നി പോയിട്ടോ അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ ആൾക്കാർ സഹായം ചോദിച്ചൊരു വീട് വെക്കാനൊക്കെ, അപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരും സഹായിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ അതൊക്കെ നശിപ്പിക്കുന്നത് ഇവനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോസിനാണ്. ഇവൻ്റെ പോലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. കറക്റ്റായിട്ട് മുസ്ലിങ്ങളുടെ കണ്ടൻറ്റ് എടുത്തുകൊണ്ട് മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവൻ പേരിൽ മുസ്ലിമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ യഥാർത്ഥത്തിൽ ഇവൻ്റെ ഐഡൻറ്റിറ്റി അറിയില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മുസ്ലിമിൻ്റെ പേര് വെച്ച് തുടങ്ങിയിരിക്കുകയാണെന്നറിയില്ല. ഇവൻ്റെ യഥാർത്ഥ ഇത് ഐഡൻറ്റിറ്റി ഇവൻ പുറത്ത് വിട്ടിട്ടില്ല. ഇവൻ ആധാർ കാർഡ് എന്തെങ്കിലും പുറത്ത് വിട്ടാൽ മാത്രമേ നമുക്ക് ഇവൻ ഒരു മുസ്ലിമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഹൈന്ദവരായ ആൾക്കാരോട് പറയാനുള്ളത് നല്ല രീതിക്ക് തന്നെയാണ് പറയുന്നത്. നമ്മൾ ആരോട് ഇത് പറയുന്നതല്ല. ഇവിടെ കിട്ടുന്ന ഹൈന്ദവർക്ക് കിട്ടുന്ന സഹായങ്ങൾ പല രീതിയിൽ ചാരിറ്റി വീഡിയോസിലൂടെ പോകുമ്പോൾ ഫണ്ട് കിട്ടുന്നത് അത് കുറയാൻ അല്ലെങ്കിൽ അതവർക്ക് കിട്ടാതാകാതിരിക്കാനുള്ള കാരണത്തിലൊരു മെയിൻ കാരണമാണ് ഇവനെപ്പോലുള്ള ആൾക്കാർ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ സൗഹൃദത്തിൽ പോകുന്നത് ഒരിക്കലും നശിക്കരുത്. നമ്മളൊക്കെ 4 വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഒരു വീഡിയോ എങ്കിലും നമ്മൾ മതസൗഹൃദം സംസാരിക്കുന്ന രീതിയിലെങ്കിലും സംസാരിക്കും. ഇവനൊക്കെ എല്ലാ വീഡിയോ ഇടുന്നത് പക്കാ വിഷം തുപ്പിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, പാർട്ടി ബേസിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ, രാജ്യത്തിന് വേണ്ടി നല്ലത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയില്ല. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി ചെയ്യുന്ന എത്രയോ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞോട്ടെ, വിഷയമല്ല.
അവൻ അതല്ല പറയുന്നത്. അവൻ ആളുകൾ തമ്മിൽ അടിയുണ്ടാക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക, ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അസ്സലാമു അലൈക്കും.